അക്കൗണ്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനിയെക്കുറിച്ചാണ്. ആദ്യമായി കമ്പനി എന്ന വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്പനി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. നെയിംലി കോം ആൻഡ് പെനി. കോം മീൻസ് ടുഗദർ, പെനി മീൻസ് ബ്രെഡ്. Thus company means an association of some persons who take their meals together. പിന്നെ പറയുന്നത് എ കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മെയിനായിട്ട് അതിൻ്റെ ഒരു ഡെഫിനിഷൻ വരുന്നത് അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിസ് ഹേണി, എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. അത് ഉദ്ദേശിക്കുന്നത് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിയമപരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു കമ്പനിക്ക് എന്താണ് സ്വന്തമായി അധികാരവും ഒരു കോമൺ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യാൻ പറ്റും, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, കമ്പനിക്ക് ഉണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി ഓർ ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കൂടി ചേർന്ന അസോസിയേഷൻ ആണെന്ന് പറയുന്നുണ്ട്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. ഒരു മെമ്പേഴ്സിൽ നിന്ന് വേറിട്ട് ഒരു എക്സിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ പെർപ്പച്വൽ സക്സഷൻ, ഇറ്റ് ഹാസ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ദെൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് പറയുന്നുണ്ട്, ക്രിയേറ്റഡ് ബൈ ലോ. ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് എ കോമൺ സീൽ, കാരണം കമ്പനിക്ക് സൈൻ ചെയ്യാൻ കഴിയില്ല, അപ്പോൾ ഒരു കോമൺ സീലായിരിക്കും യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ദെൻ ദി ഷെയർസ് ഓഫ് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. പിന്നെ പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മിനിമം 1 ലക്ഷം വേണം പറയുന്നുണ്ട്. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി അടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഷെയർ ക്യാപിറ്റലാണ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. ഈ ഒരു ഷെയർ ക്യാപിറ്റലിനെ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിനെ നമുക്ക് ഷെയർ എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 ലക്ഷമാണെങ്കിൽ ഈ 5 ലക്ഷത്തിന് നമുക്ക് 1000 രൂപ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 500 കിട്ടും. അപ്പോൾ നമുക്കെന്താ പറയാം, 1000 രൂപയുടെ 500 ഷെയർ എന്ന് പറയും. അപ്പോൾ ഇതിൽ ഓരോ പാർട്ടിനെ നമുക്ക് എന്ത് പറയാം, ഷെയർ എന്ന് പറയാം. ഓക്കെ. പിന്നെ പറയുന്നത് ദസ് ദി എമൗണ്ട്സ് ഇൻവെസ്റ്റഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ടുവേർഡ്സ് ദി ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. ഓരോ ഷെയർ ഹോൾഡേഴ്സും ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നമുക്ക് മൊത്തമായിട്ട് എന്ത് പറയാം, ഒരു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഫേസസ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. The capital with which a company is registered is called authorized share capital എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് നമ്മളതിൽ രജിസ്റ്റർ ചെയ്യുന്ന ക്യാപിറ്റലാണെന്ന് പറയുന്നത് അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മിക്കവാറും അതൊരു ബിഗ് എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു 100 കോടിയാണ് നമ്മളെ ഓതറൈസ്ഡ് ക്യാപിറ്റലെങ്കിൽ അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വിളിച്ചെടുക്കാം. ഈ 100 കോടിയിൽ മുകളിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും എമൗണ്ട് നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു കമ്പനിയുടെ രജിസ്ട്രേഡ് ക്യാപിറ്റലിനെയാണ് നമ്മളെന്ത് പറയുന്നത്, അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരെ നമുക്ക് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 100 കോടിയാണ് നമ്മൾ രജിസ്ട്രേഡ് ക്യാപിറ്റലെങ്കിൽ അതിനിപ്പോൾ ഒരു 50 ലക്ഷം നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും, അവരിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് വരുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. നേരത്തെ നമ്മൾ പറഞ്ഞു 50 ലക്ഷം നമ്മൾ ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഈ 50 ലക്ഷം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്താൽ മേ ബി എന്ത് ചെയ്യില്ല, പബ്ലിക്ക് മൊത്തം ഈ 50 ലക്ഷം അവർ വാങ്ങിച്ചോണമെന്നില്ല, അല്ലെങ്കിൽ ആ ഷെയർ അത്രത്തോളം അവർ വാങ്ങിച്ചോണമെന്നില്ല. അവർ എത്ര രൂപയുടെ ഷെയർ ആണോ വാങ്ങിക്കുന്നത് അതിന് നമുക്ക് എന്ത് പറയാം, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം.
പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക് എന്ന് പറയുന്നത്. ഇഷ്യൂ ചെയ്തതിൽ എത്രയാണോ പബ്ലിക് വാങ്ങിക്കുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മേ ബി 50 ലക്ഷം ഇഷ്യൂ ചെയ്താൽ ചിലപ്പോൾ ഒരു 25 ലക്ഷം മാത്രമായിരിക്കും മേ ബി എന്ത് ചെയ്യുന്നത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ അടുത്ത് വരുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ദി ഡയറക്ടേഴ്സ് ഹാവ് കോൾഡ് ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു 50 ലക്ഷം നമ്മൾ ഇഷ്യൂ ചെയ്തു, അതിൽ 25 ലക്ഷം പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു. ഈ 25 ലക്ഷം നമ്മൾ എന്താ മൊത്തമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണമെന്നില്ല. ചിലപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ഒരു പാർട്ട് മാത്രമൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ വാങ്ങിക്കുക. ചിലപ്പോൾ അതിനൊരു 20 ലക്ഷം ആയിരിക്കും വാങ്ങിക്കുക, പിന്നെ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിലേ വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു 10 ലക്ഷം അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എമൗണ്ട്, ബാക്കി പിന്നെ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോഴാണ് അത് വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സിനോട് ചോദിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് ഇത് പറയാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. എന്താണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു എത്രയാണ് വിളിച്ചത്, ഇപ്പോൾ 25 ലക്ഷം പബ്ലിക്കിനോട് ക്യാഷ് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും എന്ത് ചെയ്തോണമെന്നല്ല 25 ലക്ഷം അടച്ചോണമെന്നില്ല. അതേപോലെ 10 ലക്ഷമൊക്കെ ചിലവർ അടയ്ക്കുള്ളൂ, ചിലവർ വാങ്ങിച്ചിട്ടുണ്ടാകും. അതായത് ഇത്രയും വാങ്ങിക്കാമെന്ന് അവർ പറഞ്ഞിട്ട് 25 ലക്ഷം അവർ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ അവർ 10 ലക്ഷമൊക്കെ അടയ്ക്കുള്ളൂ. ഈ അടച്ച എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ബാലൻസ് വരുന്ന എമൗണ്ടിന് നമുക്ക് എന്താ പറയുക അൺപെയ്ഡ് ക്യാപിറ്റൽ ഓർ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയാം. 25 ലക്ഷമാണ് നമ്മളോട് അവർ തരാമെന്ന് പറഞ്ഞു, അതിൽ 10 ലക്ഷം തന്നിട്ടുള്ളൂ. ഈ 10 ലക്ഷത്തിന് ബാക്കി വരുന്ന 15 ലക്ഷത്തിന് നമുക്ക് എന്താ പറയാം കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിലും പറയാം. അടുത്തതായി റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി അൺകോൾഡ് ക്യാപിറ്റൽ which is kept in reserve and which will be called up only on winding up of the company. എന്ന് വെച്ചാൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കോൾ ചെയ്തിട്ടുള്ളത് ഇപ്പം ഒരു 50 ലക്ഷമാണ് അവരുടെ നിന്ന് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ 25 നമ്മൾ എന്ത് ചെയ്തു അവരുടെ നിന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ 30 അവരുടെ നിന്ന് വാങ്ങിച്ചു. ബാക്കി നമ്മൾ എന്താണ് ഒരു 20 ലക്ഷം നമ്മൾ അവരുടെ നിന്ന് കോൾ ചെയ്യാതെ നിർത്തുകയാണ്. അതായത് ബാക്കിയുള്ള എമൗണ്ട് അവരെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാതെ ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ അത് നമുക്ക് എന്താ പറയാം റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. പിന്നെ പറയുന്നത് ഈ റിസർവ് ക്യാപിറ്റൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത് അവരത് വിളിക്കുന്നത് എന്നും കൂടി ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.